ഞാൻ ദൂതങ്ങ് മാറ്റി. ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു സെറ്റ് പാറ്റേൺ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 3-ാം രാത്രിയല്ലേ? പക്ഷെ കർത്താവിൻ്റെ ദാസിയുടെ ഇന്ന് രാത്രിയിലത്തെ ശക്തമായ അനുഭവ സാക്ഷ്യം ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന യേശുവിൻ്റെ ശക്തിയുടെ വ്യാപാരം തീർന്നു പോയിട്ടില്ല ബ്രദറെ. നമ്മുടെ ബുദ്ധിയിലാണ് റിസോഴ്സുകൾ തീരുന്നത്. ഹല്ലേലൂയ. ഏലിയാവിനോട് ചോദിച്ചാൽ പറയാം, വേണമെങ്കിൽ ആ സ്ഥലത്ത് തനിക്ക് ലഭിച്ച ആദ്യത്തെ ഉറവ വറ്റിപ്പോയെന്നിരിക്കാം. ആ ഒറ്റ ഉറവ വറ്റിപ്പോയാൽ ഭയപ്പെടരുത്. അവിടുത്തെ വെള്ളം തീർന്നു പോയാൽ അതിൻ്റെ അപ്പുറത്ത് 2 ഉറവ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ലോകം മുഴുവനും നടക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്, സേവ് ഓയിൽ. നിങ്ങൾക്ക് എണ്ണയെ പറ്റി വലിയ പ്രശ്നമില്ല. പക്ഷേ ഒബാമയും അവിടുത്തെ ചൈനീസ് പ്രീമിയറും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ധനം എങ്ങനെ ലാഭിക്കാം, ലോകത്തിലെ പുതിയ പ്രശ്നങ്ങളിലൊന്നാണ് സേവ് ഓയിൽ ക്യാമ്പയിൻ. ലോകം മുഴുവൻ നടക്കുകയാണ്. കാരണം എണ്ണക്കിണറിലെ എണ്ണ എന്നും ഒരുപോലെ ഇരിക്കത്തില്ല. എണ്ണക്കിണറിലെ എണ്ണ വറ്റാൻ സാധ്യതയുണ്ട്. സ്വർണവും വെള്ളിയും ഒക്കെ കുഴിച്ചെടുക്കുന്ന നിക്ഷേപങ്ങളിലെ ആ സ്ഥലങ്ങളിലെ നിക്ഷേപങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. എന്തിന്? ശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് മുഴുവൻ പറയുന്നുണ്ട്, നമുക്ക് ഊർജം തരുന്ന, നമുക്ക് വെളിച്ചം തരുന്ന സൂര്യൻ്റെ വിറക് പുര കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. എണ്ണക്കിണറിലെ എണ്ണ വറ്റിപ്പോയാലും സ്വർണ്ണഖനിയിലെ ആ ഖനി നിക്ഷേപം തീർന്നാലും ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ഉറവകൾ പൊട്ടുന്നത് പോലെയുള്ള ദൈവത്തിൻ്റെ ആ വിടുതലിൻ്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിച്ചിറങ്ങി വരുമ്പോൾ അത് 2 കൈകൊണ്ടും നീട്ടി വാങ്ങിക്കാൻ ഒരു പാത്രം ഏൽപ്പിച്ചു കൊടുത്താൽ ഉറവ അവിടേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രി പ്രാപിക്കാൻ തയ്യാറാണോ? തരാൻ കർത്താവ് തയ്യാറാണ്. മലാഖിയിലൂടെ ദൈവം ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കും. I will open the floodgates of heaven. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തെ കൊടുത്തു തോപ്പിക്കാൻ ഒരുത്തനും കഴിയത്തില്ല. ദൈവത്തെ കൊടുത്തു തോപ്പിക്കാൻ ഒരുത്തനും കഴിയുകയില്ല. ഈ രാത്രി പ്രാപിക്കാൻ പാത്രമുണ്ടോ? നിറയ്ക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ രാത്രി പ്രാപിക്കാൻ ഹൃദയമുണ്ടോ? നിറയ്ക്കാൻ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ രാത്രി അത് തരുമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ശബ്ദത്താൽ ഈ രാത്രി കർത്താവിന് മഹത്വം കൊടുത്തോളൂ. ഹല്ലേലൂയ. റോമാലേഖനത്തിലെ ഒരു വചനമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ തിയോളജിക്കൽ ട്രീറ്റി, വേദശാസ്ത്രപരമായ ഏറ്റവും ശക്തമായ ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. റോമാലേഖനമല്ല പൗലോസ് ആദ്യമേ എഴുതിയതെങ്കിലും രക്ഷാശാസ്ത്ര സംബന്ധിച്ച വേദപുസ്തക പ്രാധാന്യം കൊണ്ട് പരിശുദ്ധാത്മാവ് ലേഖനങ്ങളിൽ ആദ്യമായി റോമാലേഖനം ചേർത്തിരിക്കുകയാണ്. ഒരുപക്ഷെ പൗലോസിന്റെ ലേഖനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ലേഖനങ്ങളിലോ ആദ്യമേ തന്നെ തെസ്സലോനിക്കർ ചിലർ പറയാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഗലാത്യ ലേഖനമെന്നാണ്. അങ്ങനെയെങ്കിൽ ഗലാത്യ ലേഖനം മുമ്പിൽ വരാൻ സാധ്യതയുണ്ടായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് മനുഷ്യനെ കുറിച്ച്, ദൈവത്തിന് ഭൂമിയെ കുറിച്ച്, ദൈവത്തിന് നിങ്ങളെ കുറിച്ച്, ദൈവത്തിന് എന്നെ കുറിച്ച് വളരെ സുവ്യക്തമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ഭൂമിയിലൊക്കെ പണ്ട് കുരങ്ങന്മാരായിരുന്നു. ആ കുരങ്ങന്മാരെ എല്ലാം കൂടെ കണ്ട് ദൈവത്തിന് ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതല്ല. ദൂതന്മാരെ കണ്ടിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതല്ല. മനുഷ്യനെ സൃഷ്ടിച്ചതിലൂടെ ദൈവത്തിന് ഒരു മഹാപദ്ധതി ദൈവം ഡിസൈൻ ചെയ്തിരുന്നു. ആ മനുഷ്യനെ കുറിച്ച് മാത്രമല്ല, വീണു പോയ മനുഷ്യനെ കുറിച്ച് ആത്മാവിൽ ഇന്ന് രാത്രി ഒരു ദൂതം മനസ്സിലാക്കിക്കോളൂ. ഒരുപക്ഷെ ഞാൻ പരാജയപ്പെട്ട മനുഷ്യനാണ് എന്ന് ഇന്ന് രാത്രിയിൽ പിശാച് നിന്നോട് പറഞ്ഞാൽ, നീ തോറ്റിയ ഒരു മനുഷ്യനല്ല. യു ആർ നോട്ട് സക്സസ്ഫുൾ, യു ആർ എ ഫെയിലിയർ, യു ആർ എ ഷെയിം എന്ന് പിശാച് നിന്നോട് പറഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിന് സ്വർഗം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കാര്യം പഠിപ്പിക്കാനാ. തോറ്റവനെ പണിയുവാൻ, പരാജയപ്പെട്ടവനെ പണിയുവാൻ, തകർന്ന പാത്രത്തെ ഉടയ്ക്കുവാൻ, അതിനെ ഉടച്ചു പണിയുവാൻ, എല്ലാം തീർന്നെന്ന് കരുതിയവനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹാപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്.
അതിനെയാണ് വേദപുസ്തകം വീണ്ടെടുപ്പെന്ന് വിളിക്കുന്നത്. Bringing back to the original plan. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലെ കഥയെ ഇന്ന് രാത്രി ആ ദൂതാണ് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഒറിജിനൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിനെ തകർത്ത് കളഞ്ഞ പിശാചിനെ അവിടുന്ന് പൊക്കിയെടുത്ത് വലിച്ചു മാറ്റി ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്താൽ നിങ്ങളെ പുതുക്കി പണിയുവാൻ ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കരങ്ങളിലോട്ട് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ he will bring you back to the original plan. That is redemption. വീണ്ടെടുപ്പെന്ന വാക്കിന്റെ ഏറ്റവും ലളിതമായ അർത്ഥങ്ങൾ, വേദശാസ്ത്രപരമായ നിരവധി അർത്ഥങ്ങൾ എക്സഗ്രോസോയും അഗറസ്തോയും ലൂത്രൂയും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി സിമ്പിൾ ആയിട്ട് പറയാം, വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് യു ബാക്ക് ടു ഗോഡ്സ് ഒറിജിനൽ പ്ലാൻ. ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിലേക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ചിലരെ കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. അടുത്ത ചില മിനിറ്റുകൾ ഈ വചനം ഇവിടെ വ്യാപരിക്കുമ്പോൾ തന്നെ വചനം ഇറങ്ങി വരുമ്പോൾ വ്യാപരിക്കുന്ന വിടുതലാണ് ഇന്ന് രാത്രി കെട്ടുകളെ അഴിക്കുന്നത്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവവചനം പറയുന്നവനെ ബന്ധിക്കാം, പക്ഷേ അവൻ പറയുന്ന വചനത്തെ ബന്ധിക്കുവാൻ ഇന്ന് രാത്രി ഒരൊറ്റ പിശാചിനും കഴിയത്തില്ല. നിങ്ങളെ കെട്ടിയിരിക്കുന്ന പിശാചിന്റെ കെട്ടുകൾ എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ കുടുംബത്തെ കെട്ടിയിരിക്കുന്ന പിശാചിന്റെ കെട്ടുകൾ എത്ര വലുതാണെങ്കിലും ഇന്ന് രാത്രി വചനം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഒരു കാര്യം തട്ടി ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി കർത്താവ് he is going to bring you back right into the original plan, brother. Oh, hallelujah. അതിനെക്കുറിച്ച് റോമലേഖനത്തിലെ വാക്യമുണ്ടല്ലോ, ദൈവം മുന്നറിഞ്ഞവരാ. ഓ, എന്തൊരു ഭയങ്കര വാക്കാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, നമ്മുടെ ഡാഡ് ജനിക്കുന്നതിന് മുമ്പേ ഇന്ന് രാത്രിയിൽ തോമസ് ഫിലിപ്പ് ഇവിടെ നിന്ന് പ്രസംഗിക്കണമെന്നുള്ളത് IPCയുടെ പദ്ധതിയല്ല. ഇന്ന് രാത്രിയിൽ നീ ഇവിടെ ആയിരിക്കണമെന്നുള്ളത് ലോകത്തിലൊരു മനുഷ്യന്റെയും പദ്ധതിയല്ല, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനാണ്. അതിനെ പൊളിക്കുവാൻ ലോകത്തൊരു ശക്തിക്കും കഴിയത്തില്ല. മരിച്ചു കിടന്ന് ആമേൻ തലയിൽ ഒരു കെട്ടും കെട്ടി മൂക്കിനകത്ത് 2 പഞ്ഞിയും വെച്ച് ശവപ്പെട്ടി വാങ്ങിക്കാൻ ആൾ ഓടിപ്പോകുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് നിന്നെ പൊക്കിയെടുത്ത് ഈ സ്റ്റേജിൽ നിർത്തി പാടുവാൻ കഴിയിക്കുന്ന ദൈവശക്തിയുടെ അതേ വ്യാപാരമാണ് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. That is God's original plan, brother. മുന്നറിഞ്ഞു. He foreknew you. അവൻ നിന്നെ predestined ആണ്. ഇന്ന് രാത്രി ദൈവം മുന്നറിഞ്ഞ ദൈവമാണ്. അതാണ് ദൈവത്തിന്റെ വലിയ പദ്ധതി. ആകസ്മികമായി യോഗത്തിൽ കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ മഹാജ്ഞാനത്തിനകത്ത് പെട്ട ഒരു പദ്ധതിയാണ്. ഓ, ഹല്ലേലൂയ. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം നിങ്ങളെ മുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മുന്നറിഞ്ഞവരെ വിളിക്കും. ഹല്ലേലൂയ. അവൻ വിളിച്ച മനുഷ്യനെ നീതീകരിക്കും. ഹല്ലേലൂയ. പാസ്റ്റർ, നിങ്ങളെക്കുറിച്ച് 1000 കുറവുകൾ ഈ നാട്ടിലുള്ള സകലർക്കും പറയാനുണ്ടെങ്കിലും നിങ്ങൾ അതിനു മുമ്പ് ചൂളരുത്. സ്വർഗം നിങ്ങളെ മുന്നറിഞ്ഞെങ്കിൽ, നിങ്ങളെ വിളിച്ചെങ്കിൽ യു ആർ ജസ്റ്റിഫൈഡ്. ഈ വേദി നിൽക്കാൻ പിശാച് 1000 കാരണം പറഞ്ഞാലും ഞാൻ 2 കരവും ഉയർത്തിപ്പിടിച്ച് തൻ്റെ ഇടത്തോടെ പറയും, പോ പിശാചെ, ഐ ആം ജസ്റ്റിഫൈഡ്. I am justified. ഇന്ന് രാത്രി ഞാൻ ആദരം തുറന്ന് സ്തോത്രം പറയാൻ നിനക്കെന്നെ അവകാശമെന്ന് പിശാച് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ വെച്ച് ഉറക്കെ ഒരു സ്തോത്രം പറയണം. Because I am redeemed and purchased and I am justified by the blood of Jesus. ആമേൻ. നീതീകരിച്ച ദൈവപൈതൽ ഓർത്തോണം, നിനക്കൊരു തേജസ്കരണമുണ്ട്. മുന്നറിവ് മുതൽ പ്രിഡെസ്റ്റിനേഷൻ മുതൽ ഗ്ലോറിഫിക്കേഷൻ വരെയുള്ളതായ രക്ഷാശാസ്ത്രത്തിലെ 15 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ പുസ്തകത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. വീണ്ടെടുപ്പിന്റെ ഒരു പുസ്തകമാണ്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്കൊരു ദൂത് നൽകിയിട്ടുണ്ട്. 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനമാണത്. 5-ാം അധ്യായത്തിന്റെ 17-ാം വചനം 2 വാഴ്ചകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 reigns, 2 rulings. 2 വാഴ്ചകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മരണത്തിന്റെ വാഴ്ച, രോഗത്തിന്റെ വാഴ്ച, ശാപത്തിന്റെ വാഴ്ച, തകർച്ചയുടെ വാഴ്ച. 2, നീ അധികാരിയെ പോലെ വാഴുന്ന, രാജാവിനെ പോലെ വാഴുന്ന, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി വാഴുന്ന, സൗഖ്യമുള്ളവനായി മാറുന്ന ദൈവത്തിന്റെ മഹാപദ്ധതിയുടെ 2-ാമത്തെ വാഴ്ച. വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഏകന്റെ ലംഘനത്താൽ 5:17 ഏകന്റെ ലംഘനത്താൽ
ഓ, ഈ വചനം കുറച്ച് വേദശാസ്ത്രമൊക്കെ അറിയാവുന്നവർക്ക് ഇത് ഉള്ളത്തിൽ തുള്ളൽ തരുന്നതാണ്. ആമേൻ. ഉള്ളത്തിൽ തുള്ളൽ തരുന്ന ഒരു വചനമാണ്. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി നിമിത്തം എത്ര അധികമായി ജീവനിൽ വാഴും. ഓ, അതൊരു പഴയ കഥയല്ല. ഇന്ന് രാത്രി നീ വാഴാൻ പോകുകയാണ്. നിന്റെ മേൽ വാഴുന്ന പ്രശ്നങ്ങളുടെ മുകളിൽ ഇന്ന് രാത്രി വാഴാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുവെന്ന് ഈ വചനം വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒരാമേൻ പറഞ്ഞാട്ട്, നിന്നെ വാഴുന്ന വാഴ്ച ശക്തികളുടെ മേൽ ഇന്ന് രാത്രിയിൽ വാഴാൻ കഴിയുന്ന ദൈവശക്തി വ്യാപരിക്കും. വളരെ പ്രധാനപ്പെട്ട വിടുതൽ ഇന്ന് രാത്രി വ്യാപരിക്കണം. ഭയങ്കര ദൈവസാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വചനം ഉള്ളിലോട്ട് കടക്കുവാൻ ഒരു ഓർഡിനറി സാധാരണ വാക്യത്തെക്കാൾ ഇത് ദൈവവചനത്തിൻ്റെ ആഴമായ ഒരു ഭാഗമായതുകൊണ്ട് ഇത് തുറന്ന മനസ്സോടെ പരിശുദ്ധാത്മാവിൽ സ്വീകരിച്ച് ആമേൻ പറഞ്ഞാൽ ഈ വചനം ഭയങ്കര അനുഗ്രഹമാവും. 2 വാഴ്ചകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒന്ന്, ഏകന്റെ ലംഘനം നിമിത്തമായി മരണം മനുഷ്യന്റെ മേൽ വാണു. ഹല്ലേലൂയ. മരണം മനുഷ്യന്റെ മേൽ വാണു. ദാറ്റ്സ് ദ റെയിൻ ആൻഡ് റൂളിംഗ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അതുപോലെ തന്നെ അനുബന്ധ പ്രശ്നങ്ങളുടെയും മനുഷ്യൻ്റെ വീഴ്ചയുടെ അനന്തരഫലമായിട്ട് ഏതെല്ലാം പ്രതിസന്ധികൾ നിന്റെ മേൽ വാഴുവാനായിട്ട് പിശാച് അയച്ചോ അത് മുഴുവൻ വാഴുന്ന ഒരു വാഴ്ചയെക്കുറിച്ചാണ്. 2ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തമായി ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതെ, ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ആദ്യമേ റോമാലേഖനം വായിച്ചപ്പോൾ ഈ വചനത്തിൽ ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെ എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു, ഇതൊരു ഭാവികാല വാഴ്ചയെക്കുറിച്ചായിരിക്കും പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു ഭാവികാല വാഴ്ചയുണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? നമ്മൾ ഈ ലോകത്തിൻ്റെ മനുഷ്യരല്ല, നമ്മളെ നിത്യതയുമായിട്ട് ദൈവം ബന്ധിപ്പിച്ച ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നമുക്കൊരു ഭാവികാല വാഴ്ചയുണ്ട്. അത് പഴയ നിയമത്തിലെ ഭക്തന്മാർ പോലും കണ്ടു. കൂടാരമടിച്ച് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഒരു ദിവസം സർവശക്തനായ ദൈവം അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ അടുത്തോട്ട് ഇറങ്ങി വന്ന് അബ്രഹാമിൻ്റെ പുറത്തൊന്ന് തട്ടിയിട്ട്, വചനം അങ്ങനെ മനസ്സിലാക്കാൻ പറയുകയാണ്, പുറത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു മേളോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. മേളോട്ടൊന്ന് നോക്കിയപ്പോൾ അബ്രഹാം ഒരു കാഴ്ച കണ്ടു. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ളതായ ഒരു മനോഹരമായ നഗരം. അന്ന് മുതൽ അബ്രഹാം നടക്കുന്നത് ഇങ്ങനെ. പിറ്റേ ദിവസം മുതൽ അബ്രഹാം നടക്കുന്നത് ഇങ്ങനെ. അബ്രഹാമിൻ്റെ നോട്ടം മേളോട്ട്, പക്ഷെ ഭൂമിയിലാണ് നടക്കുന്നത്. ഇതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പരിപാടി. നിന്റെ കാലുകൾ ഭൂമിയിലാണെങ്കിലും നിന്റെ കണ്ണുകൾ ഉയരത്തിലാണ്. അതുകൊണ്ട് ക്രിസ്തു ഉയരത്തിലുള്ളവനാകിയാൽ നിത്യതയോട് ഘടിപ്പിച്ചാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇത് അബ്രഹാമിനെ കൊണ്ട് നിർത്തിയിട്ട് ഇസാക്കിനോട് പറഞ്ഞു കൊടുത്തു, ഇസാക്കെ താഴോട്ട് നോക്കി നടന്നാൽ എന്നും താഴോട്ട് നോക്കി നടക്കും. പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് താഴെ നിന്ന് ഒരു 100 രൂപ കളഞ്ഞു കിട്ടി. പിറ്റേ ദിവസം തൊട്ട് പുള്ളി താഴോട്ടാണ് നോക്കി നടക്കാൻ പോകുന്നത്, മേളോട്ട് നോക്കത്തില്ല. 16 കൊല്ലം താഴോട്ട് നോക്കി നടന്നു, താഴോട്ട് തന്നെ നോക്കി നടന്നു. 16 കൊല്ലം കൊണ്ട് കുറെ ബീഡിക്കുറ്റി കിട്ടി, കുറെ വേണ്ടാത്ത സാധനങ്ങൾ കിട്ടി. 16 കൊല്ലം കഴിഞ്ഞ് അവനൊന്ന് നൂരണമെന്ന് തോന്നി, പക്ഷെ നടക്കുന്നില്ല. അവൻ ഒറിജിനലി കുനിഞ്ഞു പോയി. ഇതുപോലെയാണ് ഈ ഭൂമിയിലോട്ട് നോക്കി നടന്ന് എൻ്റെ വസ്തുവെ, എൻ്റെ റബ്ബറെ, എൻ്റെ കാറേ, എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ്, എൻ്റെ ആരോഗ്യമേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോട് ഇന്ന് രാത്രി പറയുന്നുണ്ട്, കണ്ണി ഭൂമിയിൽ നിന്ന് നേരെ മേളിലോട്ടൊന്ന് നോക്കിയിട്ട് ഉയരത്തിലെ മുകളിലോട്ട് നോക്കി നീ നടക്കാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി ഒരു കാഴ്ച കാണാം. ഈ ഭൂമിയിലെ നഗരങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ. ഓർത്തോണം, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതൽ ഓർത്തോണം, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ഞാൻ എബ്രായ ലേഖനമൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ നഗരവൽക്കരണം വരുന്നത്, ഇന്ത്യയിൽ അർബനൈസേഷൻ വരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ വിഷയം അതിനോട് ബന്ധപ്പെട്ടുള്ള ഗ്രാജുവേറ്റ് ലെവലുള്ള കോഴ്സ് ആയതുകൊണ്ട് നഗരവൽക്കരണം എനിക്കൊരു ഭയങ്കര കാര്യമായിരുന്നു. അന്ന് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി കൊണ്ടിരുന്ന നഗരവൽക്കരണത്തിന് അനന്തരഫലമായിട്ട് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ പെട്ടെന്ന് നഗരവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോഴാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, ഇവിടെ നമുക്ക്
നിലക്ക് നഗരമില്ലയോ. മണ്ടച്ചാരാ എഴുതുന്നവനെന്നൊക്കെ നമ്മൾ ധരിച്ചെങ്കിലും ഇന്ന് ആഗോള പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം വെള്ളത്തിനടുത്ത് ജീവിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോ എന്നുള്ള റെഡ് ലെറ്റർ വാണിംഗ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ആഗോള തപനം ഒന്നും പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ സമയം വെറുതെ കളയുന്നില്ല. ഏറ്റവും അടുത്തുള്ളതായ സമുദ്രതീരത്ത് നിന്ന് സമുദ്രതീരത്തിലെ ജലനിരപ്പ് ഉയരുന്നു. 2020 ആകുമ്പോൾ ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ അപ്പുറത്തുള്ളതായ ശംഖുമുഖത്തോ കോവളത്തോ ഉള്ളതായ ആ നഗരത്തിലെ വെള്ളം മേളോട്ടുയർന്ന് 24 അടി ഉയർന്നാൽ കൊല്ലം, കന്യാകുമാരി, തിരുവനന്തപുരം ജില്ലകൾ ഉൾപ്പെടെ 80 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളത്തിന്റെ കീഴിലാകുമെന്നുള്ള പേടിപ്പിക്കുന്ന സത്യം ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം. എന്നും അബുദാബി താമസിച്ച്, എന്നും വലിയ കെട്ടിടത്തിൽ താമസിച്ച് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഇന്ന് രാത്രി താമസിക്കുന്നത് അബുദാബിയിലാണെങ്കിലും കണ്ണുകൾ മുകളിലോട്ടാകട്ടെ. ഓ ഹല്ലേലൂയ. അവിടെ നീ പാർക്കാൻ പോകുന്നത് സെക്കൻഡറി സിറ്റിസൺ ആയിട്ടല്ല, വല്ലോന്റെ ഔദാര്യത്തിൽ കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിച്ചോണ്ടല്ല. നീ അവിടെ വാഴുവാൻ പോകുന്നത് ഒരു രാജാവിനെ പോലെയാണ്. വാഴുവാൻ പോകുന്നത് രാജാവിനെ പോലെയാണ്. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ വിളിച്ചു പറഞ്ഞത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിന്നെ വിളിച്ചിരിക്കുന്നത് ഓർഡിനറി ആയിട്ടല്ല, നിന്നെ വിളിച്ചിരിക്കുന്ന രാജാവിനെ പോലെ. അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണമെന്നാ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ കീബോർഡ് വായിക്കാൻ ജെയിംസ് പാസ്റ്റർ ഇല്ലെങ്കിലും, ഇന്ന് രാത്രി പ്രസംഗിക്കാൻ തോമസ് ഫിലിപ്പ് ഇല്ലെങ്കിലും, എന്നെ രാജാവായിട്ട് സ്വർഗത്തിലെ ദൈവം വിളിച്ചെന്ന് അകത്ത് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉയരുന്ന സ്തോത്രത്തിന് ഒരു ഘോഷസ്വരത്തിന്റെ, ഞാൻ ശബ്ദമെന്ന് മാത്രം പറയുന്നില്ല, അതിന്റെ ഹൃദയം ഉണ്ടായിരിക്കണം. വഴക്ക് പറഞ്ഞ് സാറൊരു ചെറുക്കനെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി. അവൻ എഴുന്നേപ്പിച്ച് നിർത്തിയപ്പം വഴക്ക് പറഞ്ഞ് എത്ര പറഞ്ഞാലും എഴുന്നേക്കത്തില്ല. അവൻ അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് പറഞ്ഞാൽ, ഞാൻ എഴുന്നേക്കുകയാണെങ്കിലും ഇപ്പോഴും ഹൃദയത്തിൽ ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റൊക്കെയാണ് നിൽക്കുന്നത്, ഐ എം സ്റ്റിൽ സിറ്റിംഗ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ മൈൻഡിനകത്ത് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇതുപോലെ ആരൊക്കെയോ പറഞ്ഞ് നാണക്കേട് വിചാരിച്ച് ഒരു സ്തോത്രം പറയുന്ന സ്തോത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. എൻ്റെ വിളിക്കകത്ത് ഒരു രാജകീയമായ വിളി, ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡ് ആ വിളിക്കകത്തുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഇന്ന് രാത്രി ഉയരുന്ന സ്തോത്രത്തിന് ഒരു ഘോഷസ്വരം ഉണ്ടായിരിക്കണം. പൗലോസ് പറഞ്ഞു, സഹിക്കുന്നു എങ്കിൽ ഉറപ്പുള്ളവർക്കായി സ്തോത്രം. നീ വാഴുവാൻ വേണ്ടി വിളിക്കപ്പെട്ടയാളാണ്. യു ആർ ഡെസ്റ്റൈൻഡ് ടു റെയിൻ. ഒരു ഭാവികാല വാഴ്ച കർത്താവ് തൻ്റെ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാവികാല വാഴ്ച കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് നൽകിയിട്ടുണ്ട്. ആ വാക്യം ഒരു ഭാവികാല ചിന്തയാണ്. പക്ഷേ നിങ്ങൾ ആംപ്ലിഫൈഡ് ബൈബിൾ നോക്ക്, വിശദീകരിച്ച ബൈബിൾ നോക്ക്, വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയുടെ അടുത്ത തർജ്ജമകളിലൊന്നാണ്. ആ വചനം വായിച്ചപ്പോഴാണ് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എനിക്ക് മനസ്സിലായത്. യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തമായി എത്രയധികമായി ഭാവിയിൽ വാഴുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഈവൻ ടുഡേ, ദിസ് ഈവനിങ് യു വിൽ റെയിൻ ആസ് കിങ്സ്. ഹല്ലേലൂയ. നിന്നെ വാഴുന്ന വാഴ്ച ശക്തികളെ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തമായിട്ട് സമൃദ്ധിയിൽ വാഴാൻ കഴിയുന്ന ദൈവശക്തിയായി ഇവിടെ വ്യാപരിക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതിക്കകത്തുനിന്ന് നിന്റെ മേൽ വാഴുന്ന വാഴ്ച ശക്തികളെ ആത്മശക്തി കൊണ്ട് ഇന്ന് രാത്രിയിൽ അഴിച്ചു മാറ്റാൻ പോകുകയാണ്. ആത്മശക്തി കൊണ്ട് ഇന്ന് രാത്രിയിൽ അതിന്മേൽ ജയമെടുക്കാൻ പോകുകയാണ്. ശ്രദ്ധിക്കണം. വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു, മനുഷ്യന്റെ മേൽ 5 വിധ വാഴ്ചയുടെ അധികാരങ്ങളെ നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. 5 തരത്തിലുള്ള 5-fold മിനിസ്ട്രി പോലെ തന്നെ 5-fold റൂളിങ്സ്, 5 തരത്തിലുള്ള വാഴ്ചകളുടെ അധികാരങ്ങളോട് കൂടെയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയത്. ഒന്ന്, അവൻ പാർക്കുന്ന ഭൂമിയുടെ മേൽ അവൻ അധികാരമുണ്ട്. ആമേൻ. 2, അവൻ സമുദ്രത്തിലെ സകല ജീവജാലങ്ങളുടെ മേലും അവൻ അധികാരമുണ്ട്. 3, മൃഗസമ്പത്തിന്റെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സകലത്തെയും കീഴടക്കി 5 മണ്ഡലങ്ങളിൽ വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. ഞാൻ ആ വചനം ശ്രദ്ധിച്ചു. ആ കീഴടക്കുന്ന കാര്യത്തിൽ മനുഷ്യനെ കീഴടക്കാൻ വാക്യമില്ല.
മനുഷ്യന്റെ മേൽ നിനക്ക് അധികാരം തന്നിട്ടില്ല, എന്നാൽ ഈ ഭൂമണ്ഡലത്തിലുള്ള സകലത്തിന്റെ മേലും വാഴുവാനുള്ള അധികാര സ്വർഗത്തിലെ ദൈവം നൽകി. അതാണ് ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ഒറിജിനൽ പ്ലാന്. അതാണ് ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ഒറിജിനൽ പദ്ധതി. എന്നാൽ ഏകന്റെ പാപം നിമിത്തമായി, ലംഘന നിമിത്തമായി ഏതു മേഖലകളിൽ ദൈവം അവനെ വാഴുവാൻ ഏൽപ്പിച്ചോ ആ വാഴ്ചയുടെ അധികാരത്തെ അവൻ നഷ്ടപ്പെടുത്തി. മനസ്സിലാകാൻ ഞാൻ പറയാം. ഉൽപ്പത്തി 1:2 എഴുതിയിട്ടുണ്ട്, ഭൂമി പാഴും ശൂന്യവും ആയി തീർന്നു എന്നല്ലേ കർത്തൃദാസന്മാരെ നമ്മളെ ബൈബിൾ സ്കൂളുകളിൽ നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചത്. നമ്മുടെ മലയാളം തർജ്ജിമ ശരിയല്ലെന്നും അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് തർജ്ജിമയോ എബ്രായ തർജ്ജിമയോ നോക്കിയാൽ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അങ്ങനെ ആയിത്തീർന്നു എന്നാണ്. The earth became empty and waste. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ദൈവം സൃഷ്ടിക്കുന്നതൊന്നും പാഴല്ല, ദൈവം ചെയ്യുന്നതൊന്നും ശൂന്യമല്ല, പക്ഷേ അത് ശൂന്യമായി തീർന്നു. ഇറ്റ് ബിക്കെയിം. രോഗിയായിട്ടല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്, പക്ഷെ നീ രോഗിയായി തീർന്നു. കടമുള്ളവനായിട്ടല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്, പക്ഷെ നീ അങ്ങനെ ആയി തീർന്നു. ഇന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞോണം, ദൈവത്തിന് എന്നെക്കുറിച്ച് ഉള്ള ദൈവത്തിന്റെ മഹാപദ്ധതിയിലെ നിറവ് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ്. സമൃദ്ധിയുടെ സുവിശേഷം ഒന്നുമല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള, കുടുംബങ്ങളെക്കുറിച്ചുള്ള ഒറിജിനൽ പ്ലാനിനെ പിശാച് തകിടം മറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ വചനം പറയുന്നു, യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തമായിട്ട് ഇന്ന് രാത്രിയിൽ അതിന്മേൽ ഞാൻ ജയാളിയാകാൻ പോകുകയാണ്. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് കരം തട്ടി സ്തോത്രം ചെയ്താട്ട്. നിന്നെ വാഴുന്ന വാഴ്ചാ ശക്തികളുടെ മേൽ ഇന്ന് രാത്രി രോഗം വാഴുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയുടെ നടുവിൽ ആ വാഴ്ചയുടെ അധികാരത്തെ അഴിച്ചു മാറ്റാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളെ വാഴുന്ന പ്രതിസന്ധികളുടെ മേൽ ജയം തരുവാൻ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര അധികമായി കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി നിമിത്തമായി ഇന്ന് രാത്രിയിൽ എത്രയധികമായി നാം ജീവനിൽ വാഴാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി ഞാൻ രാജാവിനെ പോലെ മടങ്ങിപ്പോകുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കരമുയർത്തി പിടിച്ചാട്ട്. എന്നെ വാഴുന്ന ശക്തികളെ ഉടച്ചു കളയാൻ കഴിയുന്ന ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അതിന് കഴിയുന്ന ദൈവത്തിന്റെ ബലം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, കൊലോസ്യ ലേഖനം എടുക്കൂ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഞാൻ 15-20 മിനിറ്റുകൾക്കുള്ളിൽ ദൂത് അവസാനിപ്പിച്ച് ഈ വചനത്തിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ യോഗത്തെ ഞാൻ കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. വചനം പ്രസംഗിക്കാനേ തോമസ് ഫിലിപ്പിനെ വിളിച്ചിട്ടുള്ളൂ, പക്ഷേ വചനത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവർ പ്രസംഗിച്ച വചനത്തെ ദൈവം അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഉറപ്പിച്ചു. God confirmed the word with signs and wonders that followed. ഇന്ന് രാത്രിയിൽ ഈ വചനത്തെ ഉറപ്പിക്കാൻ സ്വർഗ്ഗം ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ ബ്രദർ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മേൽ വചനത്തെ ഉറപ്പിക്കാൻ സ്വർഗ്ഗം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുമ്പോൾ അത് തട്ടിക്കളയൽ വിശ്വസിച്ചോണം. ഈ ദൂതിന്റെ നടുവിൽ തന്നെ ദൈവപ്രവൃത്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. നമ്മളെ വാഴുന്ന വാഴ്ച ശക്തികളെ, നമുക്കെതിരെയുള്ള വാഴ്ച ശക്തികളെ ഇന്ന് രാത്രിയിൽ ജയം തരുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കൊലോഷ്യൻസ് 2:14-15 കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ആ വചനം എടുത്തവർ ദയവായി ശബ്ദം ഉയർത്തി വായിച്ചാട്ട്. വാഴ്ചകളെയും, നമ്മളെ വാഴുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്, ആമേൻ, ഇന്ന് രാത്രി
ജയോത്സവം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. വയ ട്രയംഫാലീസ് എന്നാണ് അതിനെക്കുറിച്ച് വചനത്തിൽ പറയുന്നത്. ആ വഴി എന്ന് പറയുന്നത് റോമൻ സൈനിക നേതാക്കന്മാർ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് രാജാക്കന്മാരെ കീഴടക്കി വരുമ്പോൾ ആ കീഴടക്കി വരുന്ന രാജാവിനെ അല്ലെങ്കിൽ സൈനിക മേധാവിയെ സ്വീകരിച്ച് നടത്തുന്ന ജയോത്സവ റാലിയെക്കുറിച്ചാണ് ജയോത്സവം എന്ന് പൗലോസ് പറയുന്നത്. കൊരിന്ത്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും രണ്ടിടങ്ങളിൽ മാത്രമേ ജയോത്സവം എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ആ ജയോത്സവം എന്ന വാക്കിന്റെ പൗലോസിന് നന്നായി അറിയാം. ഒരു പക്ഷേ താൻ തടവറയിൽ കിടക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൈനിക ജനറൽമാർ അല്ലെങ്കിൽ പട്ടാള മേധാവികൾ അന്യരാജ്യത്ത് നിന്ന് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു ജയോത്സവ റാലിയുണ്ട്. ആ റാലിയുടെ ഏറ്റവും മുൻനിരയിലായിട്ട് നിൽക്കുന്നത് ജയിച്ച ജയാളിയായ രാജാവാണ്. അതിൻ്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നത് ഈ ഭയങ്കര ജയത്തിൽ തന്നോട് കൂടെ യുദ്ധം ചെയ്തവരാണ്. സ്തോത്രം. ബ്രദർ, നീയും ആ കൂട്ടത്തിലുണ്ട്. പാസ്റ്റർ, നിങ്ങളും ആ കൂട്ടത്തിലുണ്ട്. കാരണം ഇന്ന് രാത്രിയിൽ ജയോത്സവത്തിന്റെ നായകൻ മുമ്പിൽ നടക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വാഴ്ചകളെയും അധികാരങ്ങളെയും നിന്നെ വാഴുന്ന സകല വാഴ്ചകളെയും അടക്കി മറിച്ച് യേശു ജയമെടുത്തെന്ന് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി നീയും ആ കൂട്ടത്തിൽ നടന്ന് നീങ്ങുവാൻ കഴിയുന്ന ജയോത്സവത്തിന്റെ ശക്തിയാണ് ഇവിടെ വ്യാപരിക്കാൻ പോകുന്നത്. ഏറ്റവും മുമ്പിൽ ജയോത്സവത്തിന്റെ നായകൻ, തൊട്ട് പിന്നാലെ തന്റെ കൂടുള്ളതായ തന്റെ പട്ടാളക്കാർ, അതിന്റെ പുറകിൽ തോറ്റ പടയാളി നിരായുധനായി അല്ലെങ്കിൽ തോറ്റ സൈനിക മേധാവി നിരായുധനായി, അതിന്റെ പുറകിൽ അവന്റെ പട്ടാളക്കാർ നിരായുധരായി കൂക്കുവിളിയോടെ പരസ്യ കോലമാക്കിക്കൊണ്ട് അവൻ പുറകിൽ നടക്കുകയാണ്. ഇതിനെ ജയോത്സവ റാലി എന്നാണ് വിളിക്കുന്നത്. പൗലോസ് ഒരു കാഴ്ച കണ്ടു. കാൽവറി ക്രൂശിന്റെ മേൽ രണ്ട് കൈകളും വിരിച്ച് ആണി തറച്ച് യേശു കർത്താവ് ക്രൂശിന്മേൽ നിന്നപ്പോൾ താൻ ഒരു കാഴ്ച കണ്ടു. യേശുവിന്റെ കാൽ കീഴിൽ മറ്റൊരു തലയുണ്ടായിരുന്നു. യേശുവിന്റെ കാൽ കീഴിൽ മറ്റൊരു ശക്തി ഉണ്ടായിരുന്നു. 4000 വർഷം കൊണ്ട് മനുഷ്യനെ തകർത്ത് അവനെ രോഗിയാക്കി, അവനെ ശാപഗ്രസ്തനാക്കി, അവനെ പ്രതിസന്ധിയുള്ളവനാക്കി നരകത്തിയുടെ അകത്തേക്ക് കൊണ്ടുപോകുന്ന പിശാചിന്റെ മേൽ കർത്താവ് കാല് വെച്ചിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഞാൻ ജയാളിയാണ്, ഇപ്പോൾ ഞാൻ ജയാളിയാണ്. ഇന്ന് രാത്രിയിൽ ആ ജയം അനുഭവിക്കുന്ന ദൈവമക്കൾ മാത്രം കരം തട്ടി. You are not a loser, brother. അതുകൊണ്ടല്ലേ പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞ we are more than conquerors. വെറും ജയാളിയല്ല. You are more than a conqueror through Christ Jesus. നാമോ നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം. എന്റെ ആരാധന ആരംഭിക്കുന്നത് ഹല്ലേലൂയ എല്ലാവരും കൂടെ കൈയടിക്കുമ്പോഴല്ല, എൻ്റെ മേൽ വാഴുന്ന വാഴ്ചാ ശക്തിയെ അടിച്ചു മാറ്റുവാൻ ഡോക്ടർക്ക് കഴിയാതിരിക്കെ. ജീസസ് ഡോക്ടർ പറഞ്ഞു അവൻ ഇനി രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞു ഈ രോഗത്തിന് മേൽ ഞാൻ ജയമെടുത്തവനാണ്. Hallelujah. That's why the word of God says, Philippians says, the name of Jesus is above every name. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായാൽ ഇന്ന് രാത്രി നീ തോറ്റവനെ പോലെ ഇവിടെ ഇരിക്കത്തില്ല, മോഹം കുനിക്കുന്നവനെ പോലെ ഇരിക്കത്തില്ല. You name anything, brother. ഇതൊരു ഉപരിവിപ്ലവമായി കരുതരുത്. ഇത് വചനത്തിന് ശക്തി വ്യാപരിക്കുന്ന രാത്രിയായിട്ട് ഇന്ന് രാത്രി ഒരുപാട് പേരുടെ മേൽ വാഴുന്ന ദുഷ്ടന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറണം. ഈ ദേശത്തിന്റെ ആധിപത്യ ശക്തി എത്ര വലുതാണെങ്കിലും യേശു അതിനെ കാലിന്മേൽ ചവിട്ടി പിടിച്ച് ക്രൂശിന്മേൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യേശു പറഞ്ഞു ഇനി നീ യുദ്ധം ചെയ്യേണ്ട മനുഷ്യ, ഇനി നീ പടയ്ക്കണം, സകലവും അവിടെ നിവർത്തിയായിരിക്കുക, നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വിശ്വാസത്താൽ നീ ഏറ്റു പറഞ്ഞ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ മതി. നീ വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ് ഇന്ന് രാത്രി ഫ്രീ ആയിട്ട് അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ യോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയത് തോറ്റവനായിട്ടല്ല, പിശാച് തോപ്പിച്ച് നാണം കെട്ടവനായി, മനുഷ്യന്റെ മുമ്പിൽ നാണം കെട്ടവനായി നിൽക്കുന്നത് ഇന്ന് രാത്രി അവസാനിപ്പിച്ചിട്ട് യേശുക്രിസ്തു മുഖാന്തരം ഒന്ന് ജയമെടുക്കാൻ പോകുകയാണ്. നീ യേശുക്രിസ്തു എന്ന ഏക നിമിത്തമായിട്ട് മോർ ദാൻ കോൺകററാ. ഹല്ലേലൂയ.
300 കിലോ ഭാരമുള്ളതായ ഒരു സുമോ ഗുസ്തിക്കാരൻ. 300 കിലോയിൽ കൂടുതൽ അവന് ഭാരമുണ്ട്. സുമോ ഗുസ്തി അവൻ ജയിച്ചു. $1,00,000 $1,00,000 പ്രൈസ് മണിയുള്ള ആ ഭയങ്കര ദ്വന്ദ്വ യുദ്ധത്തിൽ അവൻ ജയിച്ചു. 2-2.5 മണിക്കൂർ നിന്ന് അവൻ്റെ തടിയെല്ലാം ഉപയോഗിച്ച്, ഊർജ്ജം ഉപയോഗിച്ച്, ടെക്നിക്ക് ഉപയോഗിച്ച് അവന് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് അതിൻ്റെ 6ാമത്തെ റൗണ്ടിൽ അവസാനത്തെ മണി കേട്ടപ്പോൾ അവൻ ജയിച്ച് പുറത്തിറങ്ങി $1,00,000 കൈവാങ്ങിച്ചു. കൈവാങ്ങിച്ച് സ്പോർട്സ് കാറെ കയറി നേരെ വീട്ടിലോട്ട് വണ്ടി ഓടിച്ച് എന്ന് സ്വന്തം വീടിൻ്റെ വാതുക്കൽ അവൻ ബെല്ലടിച്ചപ്പോൾ അവൻ്റെ ഭാര്യ ഇറങ്ങി വന്നു. 50 കിലോയെ ഭാരമുള്ളൂ. 300 കിലോ ഭാരമുള്ള ഈ തടിമാടൻ 50 കിലോ ഭാരമുള്ള ഈ ഭാര്യ എടുത്ത് തോളെ വെച്ച് ഒറ്റ കറക്കിയിട്ട് താഴെ നിർത്തിയിട്ട് ഈ $1,00,000 പ്രൈസ് മണി എടുത്ത് അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റേതാന്ന് പറഞ്ഞു. ഇടി കൊണ്ടത് 3.5 മണിക്കൂർ അവന്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പരിശീലനം നേടിയതവര്. പക്ഷേ അതിൻ്റെ ഫലം അനുഭവിച്ചത് വീട്ടിൽ കുത്തിയിരുന്ന തൻ്റെ വധുവാണെന്നുള്ളത് ഒരു സാധാരണ കഥയാണെങ്കിൽ ഇന്ന് രാത്രി നീ ദ്വന്ദ്വയുദ്ധം ചെയ്യണ്ട. ക്രൂശിന്മേൽ നിനക്കെതിരെയുള്ള വാഴ്ചകളെയും അധികാരങ്ങളെയും, എനിക്കൊരു കാര്യം ചേർത്ത് പറയാൻ ഇഷ്ടം തോന്നുന്നു, നിനക്കെതിരെയുള്ള കയ്യെഴുത്തുകളെ ഇന്ന് രാത്രി ക്രൂശി മായ്ച്ചു കളയാൻ പോവാ. പിശാചിന്റെ ആയുസ്സിന് വിലയിട്ട് വെച്ചിരിക്കുന്ന കയ്യെഴുത്തിനെ ഇന്ന് രാത്രി സ്വർഗം മായ്ച്ചു കളയാൻ പോകുകയാണ്. പിശാചിന്റെ തലമുറയ്ക്ക് വിലയിട്ടതിനെ ഇന്ന് രാത്രിയിൽ സ്വർഗം മായ്ച്ചു കളയാൻ പോകുകയാണ്. പിശാചിന്റെ ഭാര്യയ്ക്ക് വിലയിട്ടിരിക്കുന്നതിനെ ഇന്ന് രാത്രി സ്വർഗം മായ്ച്ചു കളയാൻ പോകുകയാണ്. ഓ, ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് രാത്രി പിശാച് വിലയിട്ടിരിക്കുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ കേരളത്തിലുള്ളവരോട് ചോദിച്ച അച്ചപ്പം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് നന്നായിട്ട് അറിയാം അച്ചപ്പം എന്തുവാന്ന്. ഈ അച്ചപ്പത്തിൻ്റെ വലിപ്പം അച്ചപ്പം ഉണ്ടാക്കുന്ന ആളുടെ വലിപ്പം അനുസരിച്ചല്ല. കൊച്ചമ്മയ്ക്ക് 90 കിലോ ഭാരം, അതുകൊണ്ട് അച്ചപ്പത്തിന് 90 കിലോ, അങ്ങനല്ല വരുന്നത്. അച്ചപ്പത്തിൻ്റെ വലിപ്പം അച്ചിൻ്റെ വലിപ്പിനനുസരിച്ചാണ്. അച്ചിന് എന്നാ വലിപ്പമുണ്ടോ അതിനനുസരിച്ച് അച്ചപ്പത്തിൻ്റെ വലിപ്പവും വരും. പിശാച് ഒരു കരി ഉണ്ടാക്കി, ഒരു മോൾഡ് ഉണ്ടാക്കി. ഈ മോൾഡ് ഉണ്ടാക്കി നിന്നെ അതിനകത്തോട്ട് ഇടിച്ച് കയറ്റിയിട്ട് പറഞ്ഞു, തോമസ് ഫിലിപ്പ്, ഈ അതിനപ്പുറത്ത് പോകാൻ ഈ അച്ചപ്പത്തിൻ്റെ മോൾഡിന് അപ്പുറത്തോട്ട് ഞാൻ അനുവദിക്കത്തില്ല. കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ തലമുറയോ, അത് നിന്റെ മോനല്ലേ, അത് ഇതിനപ്പുറത്തോട്ട് പോകത്തില്ല. നിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് പിശാച് പറഞ്ഞു, ആ രോഗം നീ ആയുസ് രക്ഷപ്പെടത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ആ അച്ഛൻ്റെ ശക്തിയെ സ്വർഗം വലിച്ചു പൊട്ടിച്ചിട്ട് സ്വർഗം, അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ കർത്താവിന് മഹത്വം കൊടുക്ക്. ശത്രുവിന്റെ വിധിയെഴുത്തുകളെ, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന ഇന്ന് രാത്രിയിൽ നിന്റെ ശരീരത്തിന് ലോകം വിധിയിട്ടിരിക്കുന്ന വെല്ലുവിളികളെ അഴിച്ചു മാറ്റാൻ കഴിയുന്ന ക്രൂശിന്റെ ശക്തി കൈയെടുത്തും നിന്നെ വാഴുന്ന വാഴ്ച ശക്തികളുടെ മുഴുവൻ ചീട്ടും ഇന്ന് രാത്രി കർത്താവ് മാറ്റി എഴുതാൻ പോകുകയാണ്. ഹല്ലേലൂയ. ലോകം മുഴുവനും നിന്നെക്കുറിച്ച് പറഞ്ഞ വിധിയെഴുത്തുകളെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുന്ന രാത്രിയാണെന്ന് ഞാൻ ആത്മനിറവിൽ പ്രഖ്യാപിക്കുകയാണ്. കാരണം യേശുവിൻ്റെ ശക്തിക്ക് അത് കഴിയും. ഇന്ന് രാത്രി ഈ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടോ. ഡോക്ടർ പറഞ്ഞു ശവപ്പെട്ടി വാങ്ങിച്ചോളാൻ, പക്ഷെ സ്വർഗം പറഞ്ഞ് ഞാൻ ജീവൻ മടക്കി കൊടുക്കാൻ പോവുകയാണെന്ന്. ഇന്ന് രാത്രിയിൽ ആ വചനം കേട്ടവർ അതുപോലെ വിശ്വസിക്കുന്നുണ്ടോ? അത് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? എനിക്കറിയാം, ഇന്ന് രാത്രിയിൽ ഡോക്ടർമാർ പറഞ്ഞു ഏറിയാൽ ഒരാഴ്ച, പക്ഷേ 20 വർഷം കഴിഞ്ഞിട്ട് നീ ആരോഗ്യത്തോടെ നിൽക്കുകയാണ്. ഇന്ന് രാത്രി അതിവിടെ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. മനുഷ്യർ നിനക്കെതിരെ എഴുതിയ വിധിയെഴുത്തുകളെ ഇന്ന് രാത്രി സ്വർഗം മായ്ച്ചു കളയാൻ പോകുകയാണ്. മായ്ച്ചു കളയുക മാത്രമല്ല, അതെഴുതാൻ ഉപയോഗിച്ച ആയുധവർഗത്തെ കർത്താവ് പിടിച്ചു വാങ്ങിച്ചു. കർത്താവ് ക്രൂശിൽ പിടിച്ചു വാങ്ങിച്ചു. എൻ്റെ ബ്രദറെ, നിനക്ക് സൗജന്യമായി കിട്ടുന്നതിനെ നീ എന്തിനാ ഭയപ്പെട്ട് ഇന്ന് രാത്രി മാറി നിൽക്കുന്നത്? ഇന്ന് രാത്രിയിൽ എന്തിനാ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന? ഇറ്റ്സ് ഫ്രീ. മസിൽ പിടിച്ചൊന്നും ഇരിക്കണ്ട.
ഹല്ലേലൂയ. ഉരുളി കമഴ്ത്തിയാലേ അത് കിട്ടുവോളം ആരേലും പറഞ്ഞാൽ ചുമ്മാ അത് കളിപ്പിക്കുക, ഉരുളി തട്ടിയെടുക്കാനുള്ള പരിപാടിയാ. ഹല്ലേലൂയ. വാരി എറിഞ്ഞാലേ കിട്ടത്തുള്ളൂ, കളിപ്പിക്കാനുള്ള പരിപാടിയാ. ഇന്ന് രാത്രി വചനം വിളിച്ചു പറഞ്ഞു, ക്രൂശിൽ കർത്താവ് ആയുധവർഗം പിടിച്ചെടുത്തെന്ന്. ഹല്ലേലൂയ. ഇത് രാത്രിയിൽ നിങ്ങളെ വാഴുന്ന വാഴ്ച ശക്തികളെ മാറ്റിമറിച്ചിട്ട് when you go back home, you go back as a king. Hallelujah. Whatever has defeated you, God will strengthen you to empower.